2006 ചെന്ന് നാം കണ്ട ജനതയല്ല ഇപ്പോഴുള്ളത്. അന്ന് അവരൊക്കെ വളരെ റഫായിട്ട് സംസാരിക്കും, അരിശപ്പെടും. നമ്മളെ കാണാൻ വരുമ്പോഴൊക്കെ അവരുടെ കൂടെ ഒരു വാള് കാണും. അൽമായരാണ് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിപ്പോൾ ഒരു സഭ, ഒരു രൂപത സ്ഥാപിക്കാനായിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൈ പിടിച്ച് വേണം ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാൻ. സഭ എന്ന് പറഞ്ഞാൽ ബിഷപ്പും അച്ഛന്മാരും ഒന്നും അല്ല, ഇതാണ് സഭ. ആ സഭ ഇതാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സംരംഭമാണ്, ഒരു എൻ്റർപ്രൈസാണ് GGM. ഇന്ന് നമ്മോട് കൂടെയുള്ളത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിന്റെ പ്രഥമ മെത്രാൻ മാർ ജോൺ കട്ടൂർക്കുടിയിൽ പിതാവാണ്. പിതാവെ, ശാലോം ന്യൂസിലേക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവെ, ഇറ്റാനഗർ രൂപതയുടെ പ്രഥമ മെത്രാനായപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു മിഷൻ അനുഭവം എന്ന് പറയുന്നത്? ഇറ്റാനഗർ രൂപതയുടെ മെത്രാനായി എന്നെ നിയമിച്ചപ്പോൾ ഞാൻ ടിപ്പു രൂപതയിലെ മെത്രാനായിരുന്നു. അവിടെ നിന്ന് ഇറ്റാനഗറിലേക്ക് മാറിയപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നിയ അനുഭവം ഇതാണ്. ഞാനിപ്പോൾ പോകുന്ന പുതിയ രൂപത അൽമായർ പടുത്തുയർത്തിയ രൂപതയാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ക്രിസ്ത്യാനികളായത്, കത്തോലിക്കരായത് അവിടെയുള്ള അൽമായരുടെ പ്രവർത്തനം കൊണ്ടാണ്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അൽമായരാണ് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിപ്പോൾ ഒരു സഭ, ഒരു രൂപത സ്ഥാപിക്കാനായിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൈ പിടിച്ച് വേണം ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാൻ. എന്നിട്ട് നമ്മളുടെ രൂപതയുടെ പുതിയ യാത്രയും അവരുടെ കൈ പിടിച്ച് വേണം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അൽമായറുമായിട്ടുള്ള ആ കോപ്പറേഷന് വളരെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോയത്. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ വിചാരം. പിതാവിന് ഈ മിഷൻ പ്രവർത്തനം ഇത്രയും കാലം അവിടെ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അനുഭവം എന്തായിരുന്നു? ഒരു കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം സ്വീകരിച്ച് മുമ്പോട്ട് വന്ന, പണ്ടൊന്നും ഇല്ലാതെ നടന്നവർ ഇപ്പോൾ നന്നായിട്ട് പുരോഗമിച്ച് പോകുന്നത് കാണുന്നതാണ് വലിയൊരു കാര്യം. ഞാനിപ്പോൾ അരുണാചലിൽ ചെന്ന് കഴിഞ്ഞിട്ട് 2006 ചെന്നതാണ്. ഇപ്പോൾ 20 കൊല്ലമായി. 2006 ചെന്ന് നാം കണ്ട ജനതയല്ല ഇപ്പോഴുള്ളത്. അന്ന് അവരൊക്കെ വളരെ റഫായിട്ട് സംസാരിക്കും, അരിശപ്പെടും. നമ്മളെ കാണാൻ വരുമ്പോഴൊക്കെ അവരുടെ കൂടെ ഒരു വാള് കാണും. അവർ സംസാരിക്കുമ്പോഴൊന്നും ഒരു നമ്മൾ പറയുന്ന പോലെ ഗുഡ് മാനേഴ്സ്, കേർട്ടസി, ഒരു അതൊന്നുമില്ല. അവർ വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള ആ ബന്ധം പുലർത്തി കഴിഞ്ഞു. ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ബഹുമാനപൂർവ്വം, വളരെ മയത്വത്തോടു കൂടിയും നന്നായിട്ട് സംസാരിക്കുന്നു. അവർ പണ്ടത്തെ കണക്ക് വാളും കുത്തൊക്കെ പിടിച്ചുകൊണ്ട് നമ്മളെ കാണാൻ വരികയില്ല, നമ്മളോട് സ്വരം ഉയർത്തി സംസാരിക്കുകയില്ല. എല്ലാവരും വളരെ ക്ലീനായിട്ട് നല്ല വസ്ത്രങ്ങൾ ഉപയോഗിച്ച് വരുന്നു. ഒത്തിരി പേര് വെസ്റ്റേൺ രീതിയിൽ കോട്ടും ടൈയും ഒക്കെ ഇട്ട് കയറി വരുന്നു. അപ്പോൾ അവരെല്ലാം വ്യത്യാസമുണ്ട്. അതിനെല്ലാം നമുക്കൊരു പങ്കുണ്ടെന്നറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കത് സന്തോഷം തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ചത്തെ കുർബാന അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ഗ്യാതറിങ്, ഒരു സൺഡേ ഗ്യാതറിങ്ങിൽ മനുഷ്യർക്കുണ്ടാകുന്ന ബെനഫിറ്റ് എന്താണെന്ന്, ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് നമ്മൾ അത്രയ്ക്ക് ചിന്തിക്കാറില്ല. പക്ഷേ നമ്മളൊന്ന് അല്പം ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ഒരു ജനതയുടെ പ്രോഗ്രസ്സിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ആ സൺഡേ ഗ്യാതറിംഗ് ആണ്. ഒരു കണക്ക് പറഞ്ഞാൽ സ്കൂളിനേക്കാളും കൂടുതൽ ആ സൺഡേ ഗ്യാതറിംഗ്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. അവരൊക്കെ സൺഡേ ഗ്യാതറിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് അവരെല്ലാം അവരവരുടെ വീടുകളിൽ താമസിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ഒരു ആണ്ടിൽ 1-2 പ്രാവശ്യം അവർ എന്തെങ്കിലും കാര്യത്തിന് ഒന്നിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ തണുപ്പുള്ള പ്രദേശത്ത് അവർക്ക് ചില ഹൈജീനിക് ഹാബിറ്റ്സ് ഒന്നും ആവശ്യമില്ല. അവരിപ്പോൾ എന്നും കുളിക്കുക, മിക്കപ്പോഴും വസ്ത്രം മാറ്റുക, തുണി അലക്കുക, അതൊന്നും അത്രയും ഉള്ള കാര്യമല്ലായിരുന്നു അവർക്ക്. പക്ഷേ ഈ സൺഡേ ഗാദറിങ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും ഒന്നിച്ചു വരണം, മറ്റുള്ളവരെല്ലാം ഒന്നിച്ചു വന്ന് താമസിക്കും. അന്നേരം അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് പോകുമ്പോഴത്തേക്ക് അന്നേരം അവർക്ക് തോന്നും, എനിക്കൊന്ന് കുളിക്കണം, വസ്ത്രം മാറണം, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും
അവിടെ എല്ലാവരുടെയും ഇടയ്ക്ക് ഹൈജീൻ ഉണ്ടായിക്കൊള്ളുന്നു. അങ്ങനെയുള്ള ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും അവരുടെ ഇടയ്ക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സൺഡേ ഗാദറിങ് വന്നു കഴിയുമ്പോഴത്തേക്കും പലർക്കും പല റോളുകൾ പള്ളിയിൽ നിന്ന് കൊടുക്കും. ഇപ്പോൾ ഒരാൾക്ക് പാട്ട് പാടാനായി, ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാനായി, ഒരു പെരുന്നാൾ വരുന്നുണ്ട്, അപ്പോൾ അതിനെന്തെങ്കിലും ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഗനൈസിങ് സ്കിൽസ് ആരെങ്കിലും മുമ്പ് വന്ന് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ വളരെ അധികം സോഫ്റ്റ് സ്കിൽസ് എല്ലാം അവർക്ക് കിട്ടും ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ സ്ത്രീകൾ, സാധാരണ മിണ്ടാണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് മുമ്പിൽ വന്ന് എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യാൻ, സ്ത്രീകളുടെ അസോസിയേഷൻ ഉണ്ടാക്കാൻ, എന്തെങ്കിലും മുമ്പിൽ വന്ന് 100 പേരുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും അനൗൺസ് ചെയ്യാൻ, ഇതെല്ലാം കുറെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് സാധാരണ സോഫ്റ്റ് സ്കിൽസ് കിട്ടും, ആളുകളുമായിട്ട് ഇടപഴകാനുള്ള സ്കില്ല് കിട്ടും, ഓർഗനൈസേഷൻ സ്കില്ല് കിട്ടും. പിന്നെ അങ്ങനെയുള്ള പല ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർ. അപ്പോൾ ഈ സൺഡേ ഗാദറിങ് വഴി അവർക്കുണ്ടായിട്ടിരിക്കുന്ന ബെനഫിറ്റ്സ് നമ്മൾ ആരും അതങ്ങനെ എഴുതി വയ്ക്കാറില്ല. പക്ഷെ നമ്മളത് ആത്മാർത്ഥമായിട്ട് നോക്കുവാണെങ്കിൽ വളരെ ധാരാളം ബെനഫിറ്റ്സ് അവർക്കുണ്ടായിട്ടുണ്ട്. നമുക്കിത് പണ്ടുണ്ടായി. പണ്ട് നമുക്ക് നമ്മുടെ ഈ സൺഡേ ഗാദറിങ് പണ്ടേ ഉള്ള കാര്യം അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇതുവരെ ഇല്ലാതെ ഈ കഴിഞ്ഞ 10-20 കൊല്ലം മുമ്പ് ഈ സൺഡേ ഗാദറിങ് തുടങ്ങിയവർക്ക് പെട്ടെന്ന് അവരുടെ സമുദായത്തിൽ ഈ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അത് നമുക്ക് നോക്കി നിന്നാൽ കാണുന്ന പോലെയുള്ള മാറ്റങ്ങളാണ് അത് വരാൻ പറ്റുന്നത്. അത് അധികം പേര് അതേപ്പറ്റി ഷാറിനെ ചിന്തിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഞാൻ അത് നോക്കി കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഇവരോട് ചെയ്യുന്നത്, നമ്മൾ ഇവരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ ഇവരിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം ഈ സൺഡേ ഗാദറിങ്. അതെല്ലാവരും, വൃദ്ധന്മാരും മധ്യവയസ്കരും പിള്ളേരും എല്ലാവരുടെയും ഇടയ്ക്ക് ഈ ഒരു മാറ്റം വരുന്നുണ്ട്. ഈ മിഷൻ പ്രവർത്തനത്തിന്റെ നാളുകളിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് പിതാവിന് തോന്നിയത് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നത്, അരുണാചലിൽ വെച്ച് നോക്കുവാണെങ്കിൽ സഭയ്ക്ക്, നമ്മുടെ അരുണാചലിലുള്ള നമ്മുടെ ക്രിസ്ത്യാനികളുടെ അവർ ക്രിസ്ത്യാനികളായത്, നമ്മുടെ കത്തോലിക്കനായതെല്ലാം ഒരുപാട് പ്രായമുള്ളവരായിരുന്നു ആദ്യമേ മുമ്പോട്ട് വന്നത്. അവരുടെ അവർ തീരുമാനിച്ചു, മാമോദിസ സ്വീകരിച്ചു. പക്ഷെ അവരുടെ മക്കൾക്ക് അതുപോലെ അവർ ആ വിശ്വാസം കൊടുക്കാനായിട്ട് അവർക്കുള്ള ആ ബോധ്യം ഇതുവരെയായിട്ട് അവർക്ക് വന്നിട്ടില്ല. പലരുടെയും മനസ്സിലുള്ള വിചാരം ഇങ്ങനെയാണ്, ഞാൻ തീരുമാനിച്ചു കത്തോലിക്കനാകാനായിട്ട്, എൻ്റെ മോൻ അവൻ വലുതാവുമ്പോൾ അവൻ തീരുമാനിക്കട്ടെ, അവനെന്തിനാ ഞാൻ അവനെ ഫോഴ്സ് ചെയ്യണത്? അങ്ങനെ ഒരു ചിന്ത അവരുടെ പലരുടെയും മനസ്സിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് എളുപ്പം അവരുടെ കൾച്ചറിലേക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് എനിക്ക് എൻ്റെ മക്കളെയും ഞാൻ എൻ്റെ ഇതും കൂടെ കൊണ്ടുവരണം എന്നുള്ളത്. അത് അവർ വലുതാവുമ്പോൾ അവരായിക്കോട്ടെ എന്നുള്ളത് ഒരു ചിന്തയുണ്ട്. അവർ മിക്കവരും അവരുടെ സ്കൂൾ കുട്ടികളെ ഒരു അകലെ താമസിക്കുന്ന അടുത്തൊന്നും സ്കൂളുകളില്ല, അവർ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടും പഠിക്കാനായിട്ട്. നമ്മുടെ ഹോസ്റ്റലിലൊന്നും എല്ലാവരെയും അബ്സോർവ് ചെയ്യാൻ പറ്റിയില്ല. അവർ പോയി മറ്റുള്ള പല ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടും. അവിടെ പല ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ അവർക്കപ്പോൾ ഞായറാഴ്ച പള്ളി പോകാനോ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് അവർക്ക് യാതൊരു ടച്ചുമില്ലായിരിക്കും. വല്ലപ്പോഴും അവർ വീട്ടിൽ വരും, തിരിച്ചു പോകും. അതുകൊണ്ട് നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു ഞായറാഴ്ച പള്ളിയിൽ നോക്കുവാണെങ്കിൽ പള്ളി നിറച്ച ആളുണ്ട്, പക്ഷേ സ്കൂൾ പോയിങ് പിള്ളേർ ആരും ഇല്ല. അതിനാണ് അവരെല്ലാം അവിടെ ഇവിടെയൊക്കെയാണ്. നമ്മുടെ പള്ളിയിലെ ബോർഡിങ്ങിൽ സ്കൂളിൽ താമസിക്കുന്ന പിള്ളേർ മാത്രം വരും, ബാക്കിയുള്ള പിള്ളേരെ ആരെയും കിട്ടുന്നില്ല. അതൊരു വലിയ ചലഞ്ചിങ് ആണ്. ഒരു 10, 20, 30 കൊല്ലം 40 കൊല്ലം കഴിയുമ്പോൾ ഈ കുട്ടികൾ തിരിച്ച് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അത് ഇപ്പോഴത്തെ ബിഷപ്പിനും ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ അച്ഛന്മാർക്കും ഉള്ള ഒരു ചലഞ്ചാണ്. അതേപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിതാവേ, ഫിയാത്ത് മിഷന്റെ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻസിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഞാൻ ഫിയാത്തിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് മാഡം തങ്കമ്മ ഞങ്ങളുടെ അവിടെ വന്ന് ഫിയാത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. നല്ല കാര്യമാണല്ലോ വന്ന് കാണുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് 7ാമത്തെയാണ്. അതിൽ 6 GGM ഞാൻ പങ്കെടുത്തു. ഒരു പ്രാവശ്യം ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ 6 പ്രാവശ്യവും ഞാൻ പങ്കെടുത്തു. എല്ലാ പ്രാവശ്യവും ഞാൻ മുഴുവൻ ദിവസങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്
അൽമായർ ഇത്രയും ആയിട്ട് ഒന്നിച്ച് ഓർഗനൈസ് ചെയ്ത് മുമ്പോട്ട് വന്ന് ഇത്രയും ഒരു നല്ല സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അതാണ് നമ്മുടെ സഭയുടെ ഭാവി. ഞങ്ങളുടെ അരുണാചലിലും ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അൽമായ ഗ്രൂപ്പ് ഉണ്ട്, അവരോട് പറയും. ഞങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ നുൻഷ്യോ വരുന്നുണ്ട്, ഇന്ത്യൻ നുൻഷ്യോ വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? അവർ വന്ന് ഡിസ്കസ് ചെയ്ത് നുൻഷ്യോയെ സ്വീകരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ ഓർഗനൈസേഷൻ നടത്തിയതും അതിനുള്ള ചെലവ് വഹിച്ചതും എല്ലാം അവർ തന്നെ ചെയ്തു. പുതിയ ബിഷപ്പിൻ്റെ പട്ടം കൊടുക്കാനുണ്ട്, അതുണ്ട്. അതെല്ലാം വലിയ സംരംഭമല്ലേ, വലിയ കാര്യമല്ലേ, ഒത്തിരി കാര്യം ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു ബിഷപ്പ് വരുന്ന കോർഡിനേഷന് അത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അവരോ ഞങ്ങൾ ചെയ്തേക്കാം. അവർ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു, മുഴുവൻ അറേഞ്ച് ചെയ്ത് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഫിയാത്തും അതുപോലെ നമ്മുടെ ആത്മാവിന് മുമ്പോട്ട് വന്ന സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് സഭ എന്ന് പറഞ്ഞാൽ ബിഷപ്പും അച്ഛന്മാരും ഒന്നും അല്ല, ഇതാണ് സഭ. ആ സഭ ഇതാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സംരംഭമാണ്, ഒരു എൻ്റർപ്രൈസാണ് GGM. താങ്ക് യു പിതാവ്. താങ്ക് യു.